നമസ്കാരം. 2003 സെപ്റ്റംബർ 12 രാവിലെ 9 മണിയോടടുപ്പിച്ച് മാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ജീപ്പ് പഞ്ഞിക്കാരൻ ജോസിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ വീടിന്റെ മുറ്റത്തേക്ക് പോലീസ് ജീപ്പ് എത്തുമ്പോൾ അവിടെ ശരിക്കും ആൾക്കൂട്ടമുണ്ട്. ഹോൾസെയിലായിട്ട് മെത്ത വിൽക്കുന്ന പഞ്ഞിക്കാരൻ ജോസിന്റെ വീട്ടിലെത്തിയ പോലീസ് ആ കാഴ്ച കണ്ടു. ജോസ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജോസിനെ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പോലീസ് അവിടെ കണ്ടത്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഫോറൻസിക് വിദഗ്ധരെ അവിടേക്ക് വരുത്തി. അതുപോലെ ഡോഗ് സ്ക്വാഡ്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഡോഗ് സ്ക്വാഡ് ആ വീടും പരിസരവും മണത്തതിന് ശേഷം അവിടെ നിന്ന് കുറച്ചു ദൂരം പുറത്തേക്ക് ഓടി. ആ പോലീസ് നയം പിന്തുടരുന്ന പോലീസും ആളുകളും ഒക്കെ റോഡ് വരെ എത്തിയെങ്കിലും പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാതെ അവിടെ അവരുടെ യാത്ര അവസാനിച്ചു. ഈ സമയത്ത് വീടിനുള്ളിൽ ഫോറൻസിക് വിദഗ്ധർ അവിടെയുള്ള തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ്. പിക്കാസ് ഉപയോഗിച്ചാണ് പഞ്ഞിക്കാരൻ ജോസിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ പിക്കാസ് ആ വീട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ആ കൊലപാതകി കടന്നുപോയിരിക്കുകയാണ്. കൊലപാതകയുടെ ലക്ഷ്യവും വളരെ വ്യക്തമാണ്. മോഷണമായിരുന്നു അയാളുടെ ലക്ഷ്യം. ആ വീടിനകത്ത് മേശവലിപ്പുകളും അലമാരയും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അതിനകത്തൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങൾ വലിച്ചു വാരി പുറത്തിട്ടിരിക്കുകയാണ്. ആ സാധനങ്ങളൊക്കെ അവിടെ വലിച്ചു വാരിയിട്ടിയ മോഷ്ടാവിന് എന്തെങ്കിലും ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി പോലീസിന് അറിയേണ്ടത്. ആ സമയത്താണ് പോലീസിനെ പഞ്ഞിക്കാരൻ ജോസിന്റെ ഡ്രൈവർ സമീപിക്കുന്നത്. അവൻ പോലീസിനോട് പറഞ്ഞു, സർ, ഉറപ്പായും കുറഞ്ഞതൊരു 17,000 രൂപയെങ്കിലും ആ മോഷ്ടാവ് എടുത്തുക. അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് പോലീസിന്റെ ചോദ്യത്തിന് ആ ഡ്രൈവർക്ക് ഉത്തരമുണ്ട്. തലേദിവസം ജോസ് ബാങ്കിൽ നിന്ന് 20,000 രൂപ പിൻവലിച്ചിരുന്നു. ആ 20,000 രൂപയിൽ നിന്ന് 1,000 രൂപ വിസ്കി വാങ്ങാനും ഹോട്ടൽ ഭക്ഷണത്തിനുമായി തലേദിവസം മുടക്കിയിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് 2,000 രൂപ ആ ഡ്രൈവർക്ക് ജോസ് കൊടുത്തത്. ബാക്കി പൈസ എന്തായാലും വീട്ടിൽ കാണും. കാരണം രാത്രിയാണ് ജോസുമായി ഡ്രൈവർ വീട്ടിലെത്തുന്നത്. അതിനുശേഷം അധിക സമയമൊന്നും ആയിട്ടില്ല. ആ ഡ്രൈവർ പറഞ്ഞ ആ പണത്തിന് പുറമെ ആ വീട്ടിൽ നിന്ന് മോഷണം പോയതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു വീഡിയോ കാസറ്റ് പ്ലെയറും കുറെ വീഡിയോ കാസറ്റുകളുമാണ്. ആ കാലഘട്ടത്തിൽ ഈ വീഡിയോ കാസറ്റുകൾക്കും വീഡിയോ കാസറ്റ് പ്ലെയറിനും ഒക്കെ ഡിമാൻഡുള്ള സമയമാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പഞ്ഞിക്കാരൻ ജോസ് ഹോൾസെയിലായിട്ട് മെത്ത വിൽക്കുന്ന ആളായതുകൊണ്ട് ആ മേഖലയിലുള്ള ആരെങ്കിലും ആണോ പഞ്ഞിക്കാരൻ ജോസിന്റെ കൊലപാതകത്തിന് പിന്നിൽ, ആ ശൈലിയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. യാദൃശ്യവശാൽ മോഷണത്തിന് കയറിയ ഒരു മോഷ്ടാവ് പഞ്ഞിക്കാരനെ കൊന്നതാണോ എന്നുള്ള സംശയം പോലീസ് തുടക്കം മുതലേ ഉണ്ട്. ആ ശൈലിയിലുള്ള അന്വേഷണം നടക്കുകയാണ്. പോലീസ് അനവധി ആളുകളെ ചോദ്യം ചെയ്തു. പഞ്ഞിക്കാരൻ ജോസുമായി ബന്ധപ്പെട്ട ബിസിനസ് സുഹൃത്തുക്കളെയും അയൽ വീട്ടുകാരെയും എന്നുവേണ്ട അവിടെ വന്നു പോകാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളെയും ലിസ്റ്റ് തയ്യാറാക്കി പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്തി. പക്ഷേ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സൂചനയും പോലീസിന് ലഭിച്ചില്ല. ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. നേരത്തെ പോലീസ് എത്തിച്ചേർന്ന അതേ നിഗമനം തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഉള്ളത്. ശക്തമായി ആ പിക്കാസ് കൊണ്ട് വെട്ടിയാണ് പഞ്ഞിക്കാരൻ ജോസിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലൊന്നും ആ റിപ്പോർട്ടിൽ നിന്ന് പോലീസിന് ലഭിച്ചതുമില്ല. പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും പ്രതിയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സർക്കാർ ആ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് ടീം പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ പഠിച്ചതിന് ശേഷം അവരുടേതായ ഒരു പ്ലാൻ ഉണ്ടാക്കി പഞ്ഞിക്കാരൻ ജോസിന്റെ ആ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. ആഴ്ചകളും മാസങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒന്നും ക്രൈംബ്രാഞ്ചിനും കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും പഞ്ഞിക്കാരൻ ജോസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ, അത് ലോക്കൽ പോലീസ് ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും, ശുഷ്കാന്തിയോടല്ല അന്വേഷിക്കുന്ന ശൈലിയിൽ അഭിപ്രായങ്ങൾ പറയുകയാണ്. AK ആന്റണി മന്ത്രിസഭയാണ് അന്ന് അധികാരത്തിലുള്ളത്. ആന്റണിയുടെ മെല്ലെപ്പോക്ക് ഈ അന്വേഷണത്തിലും ഉണ്ടെന്നുള്ള ശൈലിയിലുള്ള ആരോപണങ്ങളും ഉണ്ടായി. പഞ്ഞിക്കാരൻ ജോസിന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം എങ്ങും എത്താതിരിക്കുമ്പോഴാണ് 2004 മാർച്ച് 27 മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മറ്റൊരു വാർത്ത പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്നത്. പോലീസ് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നബീസ മനസ്സിലെത്തുമ്പോൾ അവിടെ ഒരു ജനപ്രളയമാണ്. ആ വീട്ടിൽ 2 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. നബീസയും മരുമകൾ ഫൗസിയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നബീസയുടെ രണ്ടാമത്തെ മരുമകൾ നൂർജഹാൻ ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർ ശരിക്കും വെന്റിലേറ്ററിലാണ്. ആ വീട്ടിൽ ഈ കൊലകൾ നടക്കുന്ന സമയത്ത് 2 കുട്ടികളുണ്ടായിരുന്നു. കൊലപാതകയെ കണ്ട് ഓടി വീണ പരിക്കാണ് ആ കുട്ടികൾക്കുള്ളത്. ആ കുട്ടികൾ ശരിക്കും ഭയപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകയുടെ മുഖം ഓർത്തെടുക്കാൻ
ആ കുട്ടികൾക്ക് കഴിയുന്നില്ല. ആ കൊലപാതകി ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. തൃശൂർ മേഖലയിൽ പുലിക്കളിക്ക് ഉപയോഗിക്കുന്ന ശൈലിയിലുള്ള മാസ്കാണ് ആ കൊലപാതകി ഉപയോഗിച്ചിരുന്നത്. അയാൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അക്കാര്യം കുട്ടികൾക്കറിയാം. വെന്റിലേറ്ററിലുള്ള നൂർജഹാൻ അപകടനില തരണം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് കുട്ടികളുടെ സംഭാഷണം കേട്ടപ്പോൾ പോലീസിന് തോന്നിയത്. പോലീസ് ആ വീട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. നബീസയുടെ ഉമ്മ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവരാണ് അവിടെ നിന്ന് മോഷണം പോയിരിക്കാൻ സാധ്യതയുള്ള സ്വർണത്തിന്റെ അളവിനെ കുറിച്ച് പോലീസിനെ ബോധ്യപ്പെടുത്തിയത്. നബീസയുടെ ഇളയ മകൻ നൂർജഹാനെ വിവാഹം കഴിച്ചിട്ട് അധികം നാളായിട്ടില്ല. ആ നൂർജഹാന്റെ സ്വർണം ആ വീട്ടിലുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 32 പവൻ ഉണ്ടാകുമെന്നാണ് നബീസയുടെ ഉമ്മ പോലീസിനോട് സൂചിപ്പിച്ചത്. ആ സ്വർണത്തിന് പുറമെ നബീസയുടെയും അതുപോലെ നബീസയുടെ മൂത്ത മരുമകൾ ഫൗസിയുടെയും കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടമായിരിക്കുകയാണ്. അവരെ കൊലപ്പെടുത്തിയ ആ കൊലപാതകി ആ മാലയും വളയും കമ്മലും ഒക്കെ ഊരിയെടുത്തിരിക്കുകയാണ്. ഫൗസിയും അതുപോലെ നബീസയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇരുമ്പ് പാര ഉപയോഗിച്ചാണ്. ആ പാര ആ വീട്ടിൽ നിന്ന് എടുത്താണ് കൊലപാതകി ആ 2 കൊലയും നടത്തിയിരിക്കുന്നത്. മോഷണ ശ്രമത്തിനിടയിൽ തന്നെയാണ് ആ 2 കൊലകൾ നടന്നിരിക്കുന്നെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തുണ്ട്. ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന പോലീസ് നായയെ കൊണ്ട് ആ സ്ഥലമൊക്കെ മണപ്പിച്ചതിന് ശേഷം അതിന്റെ പുറകെ ഓടി തുടങ്ങി. ആ വീട്ടിൽ നിന്ന് ഓടി റോഡിലേക്ക് കടന്ന പോലീസ് നായി അധികം മുന്നോട്ട് പോകാതെ അവിടെ അറച്ചു നിൽക്കുകയാണ്. കൊല നടത്തിയ വ്യക്തി റോഡിൽ കയറി വാഹനത്തിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് സ്വാഭാവികമായി എത്തിച്ചേർന്നത്. മാള പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ 2ാമത്തെ സമാന സ്വഭാവത്തിലുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പ്രഷർ മാള പോലീസിന്റെ മുകളിലുണ്ട്. അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ആ കേസുമായി ബന്ധിപ്പിച്ച് ഒരു സമഗ്ര അന്വേഷണം നടത്തിയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റാതെ തടഞ്ഞു നിന്നപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് ഗവൺമെന്റ് മാറ്റി. ക്രൈംബ്രാഞ്ച് ടീം തൊട്ട് മുന്നിൽ കിട്ടിയ കേസ് അന്വേഷിച്ചിട്ട് എങ്ങും എത്താതെ നിൽക്കുമ്പോഴാണ് പുതിയ കേസും അവർ തേടി വരുന്നത്. ശരിക്കും അവരുടെ മുകളിൽ ശക്തമായ പ്രഷറാണ് അധികാരികൾ കൊടുക്കുന്നത്. ആ ക്രൈംബ്രാഞ്ച് ടീം സകല വിധത്തിലുള്ള പഴുതുകളും അടച്ച് പ്രതിയിലേക്ക് എത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും അവർക്കും ആശിച്ച ഫലമൊന്നും കിട്ടിയില്ല. മാള പോലീസ് സ്റ്റേഷൻ അധികാരികൾ എന്നാൽ ഇതിനിടയ്ക്ക് അവരുമായി ബന്ധപ്പെട്ട നാട്ടുകാരോടൊക്കെ ഒരു കാര്യം സൂചിപ്പിച്ചു. വീടിനകത്ത് പണവും സ്വർണവും സൂക്ഷിക്കുന്നത് അപകടം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചനയാണ് പോലീസ് കൊടുത്തത്. 2 മോഷണ ശ്രമങ്ങളും കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നതുകൊണ്ട് സ്വർണമോ പണമോ വീട്ടിൽ സൂക്ഷിച്ചാൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ ആദ്യത്തെ മോഷണം നടത്തിയിരിക്കുന്ന കള്ളൻ ഒരു മുതലാളിയുടെ വീട്ടിലാണ് കയറിയത്, പഞ്ഞിക്കാരൻ ജോസിന്റെ വീട്ടിൽ. 2ാമത്തെ മോഷണം നടത്തിയിരിക്കുന്നത് ഒരു സാധാരണ വീട്ടിലാണ്. കള്ളന്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി അതുകൊണ്ട് തന്നെ ഒരേ ശൈലിയിലല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് പോലീസ് നാട്ടുകാരോട് പൊതുവായി അങ്ങനെ സൂചിപ്പിച്ചത്. പണമായാലും അതുപോലെ സ്വർണമാണെങ്കിലും വീട്ടിലുണ്ടെന്നുള്ള ധാരണ എങ്ങനെയെങ്കിലും പുറത്ത് ലീക്കായാൽ കള്ളൻ ആ വീട്ടിലെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അതിനൊരു ഫലമുണ്ടായി. ആളുകൾ അവരുടെ കൈവശമുള്ള സ്വർണ്ണമൊക്കെ സമീപത്തുള്ള ബാങ്കുകളിലേക്ക് മാറ്റി. ശരിക്കും ഒരു ഭയം ആളുകൾ ദൃശ്യമാണ്. മാള പോലീസിൽ നിന്ന് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് വളരെ ശുഷ്കാന്തിയോടുകൂടി അന്വേഷണം ആരംഭിച്ചെങ്കിലും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മുന്നോട്ട് പോയപ്പോൾ അവരുടെ അന്വേഷണവും ഇടിച്ചു നിന്നു തുടങ്ങി. മുന്നോട്ട് നീങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. പ്രതിയിലേക്ക് നയിക്കുന്ന സൂചനകൾ ഒന്നും അവരുടെ കൈവശമില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒട്ടും മുന്നോട്ട് പോകാതെ ഇടിച്ചു നിൽക്കുന്ന ആ സമയത്താണ് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 2004 ഒക്ടോബർ 5-നാണ്. അവിടെ കളപ്പുരയ്ക്കൽ എന്ന വീട്ടിൽ സഹദേവനും ഭാര്യ നിർമ്മലയും കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞിട്ടാണ് പോലീസ് അവിടെ എത്തിയത്. അവിടെ എത്തിയ പോലീസ് കാണുന്ന കാഴ്ച ശരിക്കും ഞെട്ടിക്കുന്നതാണ്. സഹദേവനെയും ഭാര്യ നിർമ്മലയും മൂർച്ചയുള്ള വാള് പോലുള്ള എന്തോ ആയുധം ഉപയോഗിച്ച് ആരോ ക്രൂരമായി കൊല ചെയ്തിരിക്കുകയാണ്. ആ വീടിനകത്ത് കൊല ചെയ്ത ആള് കാര്യമായ ഒരു തിരച്ചിലും നടത്തിയിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തിട്ടിട്ടുണ്ട്. മോഷണ ശ്രമമാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. പോലീസ് ഉടൻ തന്നെ ഫോറൻസിക് വിദഗ്ധരെ സ്ഥലത്തെത്തിച്ചു. അവരുടെ തൊട്ടുപുറകെ ഡോഗ് സ്ക്വാഡും എത്തി. ആ പോലീസ് നായ അവിടെ മുഴുവൻ മണം പിടിച്ചതിന് ശേഷം ഓടി റോഡിലെത്തിയ പോലീസ് നായ്ക്ക് അധികം പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സദാനന്ദനെയും ഭാര്യ നിർമ്മലയും കൊന്ന വ്യക്തി റോഡ് വരെ എത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അവിടെ നിന്ന് വാഹനത്തിലായിരിക്കണം അയാൾ മുന്നോട്ട് പോയിരിക്കുക. അതുകൊണ്ടാണ് ആ പോലീസ് നായിക്ക് മുന്നോട്ടുള്ള യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നത്. മതിലകം പോലീസിന് ഇപ്പോ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. സദാനന്ദന്റെയും ഭാര്യ നിർമ്മലയുടെയും ബന്ധുക്കൾ അവിടുന്ന് മോഷണം പോയിരിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ ലിസ്റ്റ് പോലീസിനോട് പറഞ്ഞു. അവരുടെ കണക്കൂട്ടൽ അനുസരിച്ച് 11 പവൻ സ്വർണം ആ വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടാവും. അത് കേട്ടതും അയൽക്കാർ പോലീസിനോട് പറഞ്ഞു, സർ, അത് ശരിയാകണമെന്നില്ല. ഈ കൊല്ലപ്പെട്ട നിർമ്മല ആഭരണം അണിഞ്ഞു മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. നിർമ്മലയുടെ ശരീരത്തിൽ ഇപ്പോ ആഭരണങ്ങളൊന്നും കാണുന്നില്ല. കൊല നടത്തിയ വ്യക്തി നിർമ്മലയുടെ ശരീരത്തിൽ നിന്ന് ആ ആഭരണങ്ങൾ അഴിച്ചെടുത്തിരിക്കുകയാണ്. അത് എന്തായാലും 11 പവനൊന്നും ആയിരിക്കില്ല. അങ്ങനെ ഒരു അഭിപ്രായമാണ് അയൽ വീട്ടുകാരൊക്കെ പോലീസിനോട് പറഞ്ഞത്. പബ്ലിക്കായിട്ട് ശരിക്കും ആഭരണങ്ങൾ അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന സ്വഭാവമുള്ള നിർമ്മലയെ പ്രതി കൃത്യമായും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിർമ്മലയുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ ആഭരണങ്ങൾ തന്നെയാണ് പ്രതിയെ ആ വീട്ടിലേക്ക് വരുത്തിയത്. പോലീസിന് ആ കാര്യം ഇപ്പോ വ്യക്തമാണ്. ഫോറൻസിക് വിദഗ്ധർ അവിടുത്തെ അലമാരകളും മേശവലിപ്പും ഏതുവേണ്ട തറയും സകല സ്ഥലവും അരിച്ചു പറക്കുകയാണ്. അവർ പ്രതീക്ഷിക്കുന്നത് പ്രതിയിലേക്ക് നയിക്കുന്ന ഒരു വിരൽ അടയാളമാണ്. മാള പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നേരത്തെ 2 കൊലപാതകങ്ങൾ നടന്നിരുന്നു. അവിടെയും ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയതാണ്. പക്ഷെ അവർക്ക് പോലീസിന് കൊടുക്കാൻ കഴിയുന്ന ഒരു വിരലടയാളവും ശേഖരിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കാര്യമായ ഒരു പരിശ്രമം തന്നെ ഫോറൻസിക് വിദഗ്ധർ നടത്തിയെങ്കിലും പ്രതി എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളുടെയും വിരലടയാളം അവർക്ക് ലഭിച്ചില്ല. ആ വീട്ടിൽ നിന്ന് അനവധി വിരലടയാളങ്ങൾ അവർക്ക് ലഭിച്ചെങ്കിലും അതൊക്കെ സമീപവാസികളുടെയോ ബന്ധുക്കളുടെയോ ആ വീട്ടുകാരുടെയൊക്കെയാണ്. അപരിചിതൻ്റെത് എന്ന് തോന്നുന്ന ഒന്നും ലഭിച്ചില്ല. അത് വ്യക്തമായതും പോലീസിന് അവരുടെ ആ നിഗമനം ഒന്നുകൂടി ഉറപ്പിക്കേണ്ടി വരികയാണ്. കൊല നടത്തിയ വ്യക്തി ഗ്ലൗസ് പോലെ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചു കാണും. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞപ്പോൾ അന്വേഷണത്തിൽ പുരോഗതിയൊന്നും വരാതെ വന്നപ്പോൾ നാട്ടുകാർ ശരിക്കും ബഹളം ഉണ്ടാക്കി തുടങ്ങി. നാട്ടുകാർ ബഹളം ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റ് സാധാരണ ചെയ്യുന്ന അതേ പരിപാടി ഇവിടെയും ചെയ്തു. ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. ആളുകളുടെ വാടപ്പിക്കാനും നേതാക്കളുടെ മുറുവുറുപ്പ് അവസാനിപ്പിക്കാനും ഗവൺമെന്റ് സാധാരണഗതിയിൽ ഇത്തരം ഒരു ശൈലിയാണ് അനുവർത്തിക്കുന്നത്. അത് തന്നെ ഇവിടെയും ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആ കേസ് കൂടി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തപ്പോൾ ജില്ലാ പോലീസ് മേധാവി ശക്തമായ ഒരു ഇടപെടൽ അന്വേഷണം നടത്തി തുടങ്ങി. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചേ പറ്റൂ. അങ്ങനെ ഒരു അൾട്ടിമാറ്റം തന്നെ ജില്ലാ പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ 3 കേസുകളെയും കണക്ട് ചെയ്താ ഇപ്പൊ ആലോചിക്കുന്നത്. 3 കേസിനും ബന്ധമുണ്ടെന്നുള്ള ഒരു നിഗമനത്തിൽ അവരെത്തിയിട്ടുണ്ട്. 3 നടന്നിരിക്കുന്ന മോഷണമാണ്. മോഷണം നടത്താൻ വരുന്ന വ്യക്തിക്ക് തടസ്സം നേരിട്ടാൽ കൊല ചെയ്യാൻ ഒരു മടിയുമില്ല എന്ന കാര്യത്തിൽ അവർ ഏകദേശം ധാരണയായി. പക്ഷെ പ്രതി ആരെന്ന് മാത്രം അവർക്ക് ഇപ്പോഴും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊടുങ്ങല്ലൂർ സ്റ്റേഷന്റെ പരിധിയിൽ ഒരു സംഭവം ഉണ്ടായത്. ഒരു അരവിന്ദാക്ഷന്റെ വീട്ടിൽ രാത്രിയിൽ ഒരു കള്ളൻ കയറുകയും ആ കള്ളനെ തടയാൻ ശ്രമിച്ച അരവിന്ദാക്ഷനെ ആ കള്ളൻ വെട്ടുകയും ചെയ്തു. വെട്ടേറ്റ് വീണ അരവിന്ദാക്ഷന്റെ അലർച്ച കേട്ട് ഭാര്യ ഓടി പുറത്തു വരുമ്പോൾ അവർക്ക് നേരെയായി കള്ളന്റെ ആക്രമണം. കള്ളൻ അവരെ ആക്രമിക്കുമെന്ന് ബോധ്യമായതും അവരൊരു മുറിക്കകത്തേക്ക് ഓടിക്കേറി വാതിലടച്ചു. അവർ അലറി വിളിക്കുകയും ചെയ്തു. അവരുടെ ആ അലർച്ച കേട്ടിട്ടാകണം നാട്ടുകാർ ഓടിക്കൂടി. ഇതിനിടയിൽ കള്ളൻ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആ വീട്ടിലെത്തിയ പോലീസിന് ഇത്രയും കാര്യങ്ങളാണ് അവിടുന്ന് ലഭിച്ചത്. പക്ഷേ വെട്ടേറ്റ അരവിന്ദാക്ഷനും ഭാര്യയും ആ കള്ളനെ വ്യക്തമായി കണ്ടു. ആ കള്ളന്റെ മുഖം അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ മുഖത്ത് പുലിവേഷക്കാർ ഉപയോഗിക്കുന്ന അതേ മാസ്ക് ഉണ്ടായിരുന്നു. മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ആ വ്യക്തിക്ക് ലേശം വണ്ണമുണ്ടെന്നും പൊക്കം കുറവാണെന്നും അവര് കൃത്യമായി ഓർത്തെടുക്കുന്നുണ്ട്. മോഷണം നടത്തുന്ന സമയത്ത് അവനൊരു കൈലുമുണ്ടാണ് ഉടുത്തിരുന്നത്. അവരുടെ വീട്ടിൽ മോഷണത്തിന് ആ വ്യക്തി വന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു വാക്കത്തി ഉണ്ടായിരുന്നു. ആ വാക്കത്തി കൊണ്ടാണ് അയാൾ അരവിന്ദാക്ഷനെ ആഞ്ഞു വെട്ടിയത്. കൊല നടത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാളുടെ മൈൻഡ് സെറ്റ് ആ വാക്കത്തി ഉപയോഗിച്ച ആൾക്ക് ഉണ്ടെന്ന് അരവിന്ദാക്ഷന്റെയും ഭാര്യയുടെയും വിവരണം കേട്ടപ്പോൾ പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു. മാള സ്റ്റേഷൻ പരിധിയിൽ നടന്ന ആ 2 മോഷണവും കൊലപാതകങ്ങളും മതിലകം പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ കൊലപാതകവും ഈ മോഷണ ശ്രമവും എല്ലാം ഒരു വ്യക്തിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് സ്വാഭാവികമായും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും എത്തി. ഈ സംഭവം ആ നിമിഷം തന്നെ ജില്ലാ പോലീസ് അധികാരി ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയും ചെയ്തു. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുമായി കണക്ഷനുള്ള ഒരു കേസായിട്ടാണ് ജില്ലാ പോലീസ് അധികാരിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഈ കേസ് അപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ദൃഷ്ടിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത്. തുടർച്ചയായ 4ാമത്തെ മോഷണ ശ്രമമാണ് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നത്. ആളുകൾ വല്ലാണ്ടങ്ങ് ഭയപ്പെട്ടു തുടങ്ങി.
ആളുകളുടെ ഭയം യാഥാർത്ഥ്യബോധമുള്ളതാണെന്നുള്ള ഒരു തോന്നൽ പോലീസിനുള്ളത് കൊണ്ട് പോലീസ് ആളുകളോട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീട് പൂട്ടി താക്കോല് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എന്ന് പറയുന്നതുവരെ കാര്യങ്ങളെത്തി. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് പോലീസ് പോലും ആളുകളോട് പറയുന്നത്. ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള പോലീസ് ഏതാണ്ട് ഇരുട്ടിൽ തപ്പുന്ന പോലെയായി. മാള പോലീസ് സ്റ്റേഷനിലെ ആ ആദ്യത്തെ 2 കേസ് നടക്കുമ്പോൾ AK ആന്റണിയാണ് മുഖ്യമന്ത്രി. 3ാമത്തെ കേസ് മതിലകം പോലീസ് സ്റ്റേഷനിലാണ്. ആ കേസ് നടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയാണ് അധികാരത്തിൽ. ഉമ്മൻചാണ്ടി അധികാരമേൽക്കുന്നത് 2004 ഓഗസ്റ്റിലാണ്. അതിനുശേഷം ആ മതിലകം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ആ കൊലപാതകം മാത്രമാണ് നടന്നത്. പിന്നീട് ഒരു മോഷണ ശ്രമത്തിനിടയിൽ വെട്ടുകിട്ടിയ അരവിന്ദാക്ഷന്റെ കേസ് മാത്രമാണ് ഉണ്ടായത്. പിന്നീട് ഏകദേശം 1 കൊല്ലക്കാലം ഒരു സംഭവം ഉണ്ടായില്ല. മോഷണമൊക്കെ നിർത്തിക്കാണും എന്നൊരു പ്രതീക്ഷ ആളുകളിലൊക്കെ അങ്ങനെ ഉടലെടുത്തു തുടങ്ങി. തൃശൂർ ഭാഗത്ത് നിന്ന് ഒരു കേസുകളും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സാഹചര്യമായി. അങ്ങനെ ഇരിക്കുമാണ് 2005 ഓഗസ്റ്റ് 1 എത്തിയത്. അന്ന് നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങിയ 2 പോലീസുകാർ എറണാകുളം ജില്ലയിലെ പറവൂരിലെ ഒരു ബീവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ സെക്യൂരിറ്റിക്കാരൻ വെട്ടേറ്റ് കിടക്കുന്നത് കാണുന്നത്. സാധാരണഗതിയിൽ എല്ലാ മാസവും 1-ാം തീയതിയും ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ ഓഫായിരിക്കും. അതുകൊണ്ട് തന്നെ ഔട്ട്ലെറ്റിന് മുന്നിൽ സാധാരണഗതിയിൽ ആളുകൾ ഉണ്ടാവില്ല, കാവൽക്കാരൻ മാത്രമേ ഉണ്ടാവൂ. അത്തരം ഒരു ദിവസമാണ് കാവൽക്കാരൻ വെട്ടേറ്റ് വീണിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി ചുറ്റുപാടും പരിശോധിക്കപ്പെടാണ് പോലീസിന്റെ ദൃഷ്ടിയിൽ തൊട്ടു പുറകിലുള്ള ചുവര് തുറന്നിരിക്കുന്ന കണ്ടത്. ചുവര് തുരന്ന് അകത്ത് കിടന്ന കള്ളൻ ഒരു ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നത്. ആഗസ്റ്റ് 1-ന് അവധിയാണെങ്കിൽ തലേദിവസത്തെ പണം ബാങ്കിൽ അടയ്ക്കാതെ അവിടെ സൂക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. ആ പണം ലക്ഷ്യമിട്ടാണ് കള്ളൻ എത്തിയിരിക്കുന്നത്. ബീവറേജസിന്റെ പണമിടപാടുകളെ കുറിച്ച് വ്യക്തമായും ധാരണയുള്ള ആരോ ആണ് കള്ളൻ. ആ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് ശരിക്കും തലേദിവസത്തെ കളക്ഷൻ മോഷണം പോയിരിക്കുകയാണ്. ബീവറേജസിൽ ഈ 1-ാം തീയതി വെറും ഒരു കാവൽക്കാരൻ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യവും വ്യക്തമായും ആ കള്ളൻ അറിയാമായിരുന്നു. പ്ലാൻ ചെയ്താണ് അയാൾ എത്തിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ പോലീസിന് ഈ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലായത്. ആ ചുറ്റുപാടുമൊക്കെ പോലീസ് പരിശോധിച്ചു. അവിടെ നിന്നും പ്രത്യേകിച്ച് പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചില്ല. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ പഴയതുപോലെ അവിടെ എത്തിയെങ്കിലും ഒരു തെളിവും സൃഷ്ടിച്ചു കൊടുക്കാൻ ആ 2 ടീമിനും പറ്റിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരും ആന്റണി സർക്കാരിന്റെ അതേ ശൈലി തന്നെ പിന്തുടർന്നു. കുറെ ദിവസത്തെ ആളുകൾ ബഹളം കാണുമ്പോൾ കേസ് അന്വേഷണം എടുത്ത് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് തന്നെ ഇവിടെയും ചെയ്തു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ തലയിലെത്തി. പക്ഷേ മറ്റൊരു കാര്യം സംഭവിച്ചു. അടുത്ത 1 കൊല്ലം ഒരു കേസും സമാന സ്വഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ മാറി VS അച്യുതാനന്ദൻ സർക്കാർ അധികാരമേറ്റ് അധികം നാളെ കഴിയും മുമ്പ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നെടുമ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. പുത്തൻ വേലിക്കര എന്ന വീട്ടിൽ ദേവകി എന്ന സ്ത്രീ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഭർത്താവ് രാമകൃഷ്ണന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവിടെയും മോഷണ ശ്രമത്തിനിടയിലാണ് ആ കൊലപാതകം നടത്തിയതും രാമകൃഷ്ണനെ ആക്രമിച്ചതും. രാമകൃഷ്ണനെ കൊല്ലണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ആ മോഷ്ടാവ് ആക്രമിച്ചതെന്ന് വ്യക്തമാണ്. അവിടെയും മോഷ്ടാവ് മുഖംമൂടി ധരിച്ചിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. അയാള് ആ വീട്ടിലെ ഗ്യാസ് തുറന്നിട്ടിട്ടാ പോയത്. അതിനു പുറമെ അവിടെ കന്നാസിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണ എടുത്ത് അവിടെയെല്ലാം ഒഴിക്കുകയും ചെയ്തു. മാള പോലീസ് സ്റ്റേഷനിലെ ആ 2 കേസുകളിലും മതിലകം പോലീസ് സ്റ്റേഷനിലെ കേസിലും പോലീസിനായി എത്തിയത് അറിയാവുന്ന കള്ളൻ പോലീസിനായി ഇനി ഒരു തെളിവും ശിക്ഷിച്ചു കൊടുക്കരുതെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കണം അവിടെ ആ ഗ്യാസ് തുറന്നുവിട്ടതും മണ്ണെണ്ണ എടുത്തൊഴിച്ചതും. അത് കണ്ടപ്പോൾ പോലീസിന് ആദ്യം അങ്ങനെയാണ് തോന്നിയത്. 2003, 4, 5 വർഷങ്ങളിൽ തൃശൂർ മേഖലയും തൃശൂരിനോട് അടുപ്പിച്ച എറണാകുളം മേഖലയിലും നടന്ന ഈ കൊലപാതകങ്ങൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒരു വിവാദ വിഷയമാക്കി എടുത്ത് 2006 ഇലക്ഷൻ ഉപയോഗിച്ചിരുന്നു. VS അച്യുതാനന്ദൻ ഇത് വളരെ ശക്തമായി തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇലക്ഷനിൽ വിജയിച്ച് അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം അധികാരമേറ്റ് അധികം നാൾ കഴിയും മുമ്പാണ് വീണ്ടും സമാന സ്വഭാവത്തിൽ ഒരു കേസ് ഉണ്ടായിരിക്കുന്നത്. AK ആന്റണി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരെ വിമർശിച്ച പ്രതിപക്ഷമാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും അതുവരെ ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് മുന്നണി അതിശക്തമായി VS അച്യുതാനന്ദൻ സർക്കാരിനെ വിമർശിക്കാൻ ഈ സംഭവം ഉപയോഗിച്ചു. ആ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പോലീസ് സകല പഴുതുകളും അടച്ച് ഒരു അന്വേഷണം ആരംഭിച്ചു. 2003-ലെയും 4-ലെയും 5-ലെയും ആ മോഷണ ശ്രമങ്ങളും തുടർന്നുണ്ടായ കൊലപാതകങ്ങളും ഒക്കെ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുമ്പോൾ
ആ ചുറ്റുപാടുമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. 2006 ആ മോഷണവും അതോടനുബന്ധിച്ച് നടന്ന കൊലപാതകവും ഗുരുതരമായ പരിക്കേൽപ്പിക്കലും ഒക്കെ വന്നപ്പോൾ പോലീസ് അവരുടെ അന്വേഷണ രീതി ഒന്ന് മാറ്റിപ്പിടിച്ചു. ഇതുവരെ അവര് സ്പർശിക്കാതിരുന്ന ഒരു ടീമിലേക്ക് അവരുടെ അന്വേഷണം അവരൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. സീസൺഡ് ക്രിമിനൽസ് അങ്ങനൊരു കക്ഷികളുണ്ട്. അവർക്ക് ഈ കൊലപാതകങ്ങൾ ബന്ധമില്ലെങ്കിലും ബന്ധമുള്ള ആളുകളെ പരിചയമുണ്ടായിരിക്കുമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് പോലീസിന്റെ അന്വേഷണം ആ ശൈലിയിലേക്ക് മാറ്റിയത്. അങ്ങനെയാണ് അവർ ഓളാട്ടുപുറം ഷിബു എന്ന ഒരു ഗുണ്ടയെ പൊക്കുന്നത്. ഓളാട്ടുപുറം ഷിബുവിന് ഒരു പ്രത്യേകതയുണ്ട്. അവനൊരു നല്ല മോഷ്ടാവാണ്. അവനെ പൊക്കിയ പോലീസ് അവനെ കാര്യമായി ചോദ്യം ചെയ്തു. അവൻ പോലീസിനോട് തീർത്തു പറഞ്ഞു അവൻ ഒരുപാട് വീടുകളിൽ കയറി മോഷണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരെയും കൊന്നിട്ടില്ല. ഷിബു പറയുന്ന കാര്യം വാസ്തവമാണെന്ന് ഷിബുവിനെ ചോദ്യം ചെയ്യുന്ന പോലീസിനും അറിയാം. കാരണം ഷിബുവിന്റെ റെക്കോർഡ് അവരുടെ കയ്യിലുണ്ട്. ഈ ഷിബുവിലൂടെ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ടാർഗറ്റ്. പക്ഷെ യഥാർത്ഥ കുറ്റവാളിയെ കുറിച്ച് ഒരു സൂചനയും നൽകുവാൻ ഷിബുവിന് പറ്റുന്നില്ല. ഷിബു മനഃപൂർവ്വം കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടും പറയാത്തതാണോ എന്ന് സംശയം പോലീസിനുണ്ട്. ആ സംശയം മാറ്റാനായി പോലീസ് ഷിബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടു. മജിസ്ട്രേറ്റ് ഷിബുവിനോട് നുണപരിശോധനയ്ക്ക് വിധേയമാകുന്നതിൽ എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവൻ എതിരഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷിബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയ ഷിബു നേരത്തെ പറഞ്ഞ മൊഴി തന്നെയാണ് ആ നുണപരിശോധന സമയത്തും സൂചിപ്പിച്ചത്. അവന് ഈ നടന്ന കൊലപാതകങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഈ മോഷണങ്ങളുമായിട്ടോ ഒരു ബന്ധവുമില്ല. ബന്ധമുള്ള ആളിനെ അവനോട് പരിചയവുമില്ല. അക്കാര്യം അസന്നിഗ്ധമായി ആ നുണപരിശോധനയിൽ ബോധ്യമായി. പോലീസ് അവനെ ചോദ്യം ചെയ്തപ്പോൾ മാള സ്റ്റേഷൻ പരിധിയിലെ കേസുകളും മതിലകം സ്റ്റേഷൻ പരിധിയിലെ കേസും പരവൂർ സ്റ്റേഷൻ പരിധിയിലെ കേസും അതുപോലെ കൊടുങ്ങല്ലൂരത്തെ കേസും ഒക്കെ അവനോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പോലീസിന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവന് ഈ കേസുകളുമായി ബന്ധപ്പെട്ട വ്യക്തികളെയോ അറിയില്ലെങ്കിലും അറിയാൻ കഴിയുന്ന ഒരാളെ കുറിച്ച് അവനൊരു ധാരണയുണ്ട്. ആ ആള് ഒരു തമ്പിയാണ്. അയാൾക്ക് ഈ മിക്കവാറും എല്ലാ ക്രിമിനലുകളുമായി ബന്ധമുണ്ടെന്നാണ് ഷിബുവിന്റെ അഭിപ്രായം. ഷിബു ആ തമ്പിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ വിവരണം പോലീസിന് നൽകി. തമ്പി എവിടെയാണ് ഉള്ളതെന്നും ആ തമ്പിയുടെ സ്വഭാവം എന്താണെന്നും തമ്പി എങ്ങനെയാണ് ഈ മറ്റ് കള്ളന്മാരുമായിട്ടും കൊലപാതകങ്ങളുമായിട്ടും കണക്ഷൻ ഉണ്ടാക്കുന്നതൊക്കെ ഷിബുവിന് അറിയാം. അതൊക്കെയാണ് ഷിബു പോലീസിനോട് പങ്കുവച്ചത്. ഷിബുവിൽ നിന്ന് വളരെ വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ പോലീസിന് കിട്ടിയത്. പോലീസ് തമ്പി കൂടെ കൂട്ടാൻ ഒരു പദ്ധതി പ്ലാൻ ചെയ്തു. ഒരു കള്ള് സ്ഥിരമായി വരുന്നൊരു പതിവ് ഈ തമ്പിക്കുണ്ട്. തമ്പി നന്നായി മദ്യപിക്കും. നന്നായി മദ്യപിക്കുന്ന തമ്പിക്ക് മറ്റൊരു കാര്യം ഇഷ്ടമാണ്, നന്നായി മദ്യപിക്കുന്ന ആളുകളെ. തമ്പിയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഷിബു പോലീസിനോട് സൂചിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മഫ്റ്റിയിൽ ചില പോലീസുകാർ തമ്പി മദ്യപിക്കുന്ന ആ കള്ളിഷാപ്പിലെത്തി. തമ്പിക്കൊപ്പം ഇരുന്ന് അവർ മദ്യപിച്ചു തുടങ്ങി. നന്നായി മദ്യപിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന ആ മദ്യപന്മാരെ തമ്പിക്ക് ശരിക്കും ഇഷ്ടമായി. പതുക്കെ പതുക്കെ തമ്പിയും ആ മദ്യപന്മാരും തമ്മിലുള്ള അടുപ്പം കൂടി വന്നു. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയമാകുമ്പോൾ തമ്പി ആ ഷാപ്പിലെത്തും, ആ കുടിയന്മാരും എത്തും. അവരുടെ ആ സൗഹൃദം അങ്ങനെ കൂടി വരുമ്പോൾ അടിച്ച് ഫിറ്റായിരിക്കുന്ന ഒരു സമയത്ത് ആ കുടിയന്മാർ ആ കാലഘട്ടത്തിൽ ശരിക്കും എല്ലാവരും ചർച്ച ചെയ്യുന്ന ആ കൊലപാതകങ്ങളെ കുറിച്ച് അവിടെ നിന്ന് സംസാരിച്ചു തുടങ്ങി. അവരുടെ സംഭാഷണം കേട്ട തമ്പി അവരോട് പറഞ്ഞു, ഇത് ആ ജയാനന്ദൻ ചെയ്തതായിരിക്കും. നല്ല ഫിറ്റിലാണ് തമ്പി. ജയാനന്ദൻ എന്ന പേര് പറഞ്ഞ തമ്പി ഇതിനിടയിൽ ഓഫ് ആവുകയും ചെയ്തു. ആ കുടിയന്മാരായ പോലീസുകാർക്ക് ഇപ്പൊ ഇതാ ഒരു പേര് ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ ആരാണ് ഈ ജയാനന്ദൻ? അത് തമ്പിക്ക് അറിയാവൂ. തമ്പിക്ക് ബോധം വീണാലേ ആ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ വീണ്ടും പിറ്റേ ദിവസം തമ്പിയുടെ അടുത്തെത്തി. അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ തമ്പിയോട് ചോദിച്ചു, അല്ല തമ്പി, ഇന്നലെ ഒരു ജയാനന്ദനാണ് ഈ കൊലകളൊക്കെ നടത്തിയെന്ന് നീ പറഞ്ഞല്ലോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് ആ ജയാനന്ദൻ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അവന് മോഷണമാണ് പണി. മോഷണം നടത്തുന്നതിനിടയിൽ ആരെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ അവരെ കൊല്ലാൻ അവനൊരു മടിയുമില്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അവൻ ആ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഞാൻ ആ തീരുമാനം കണ്ടിരുന്നു. അവൻ പറയുന്നത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജയാനന്ദൻ എന്നൊരു സുഹൃത്ത് ഏതോ സാഹചര്യത്തിൽ തമ്പിയോട് സംസാരിച്ച സമയത്ത് മോഷണത്തെക്കുറിച്ചും മോഷണം നടത്താൻ ശ്രമിക്കുമ്പോൾ അവനെ ആരെങ്കിലും എതിർത്താൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മടിയും അവനില്ല എന്നും തമ്പിയോട് പറഞ്ഞു എന്നാണ് തമ്പി പറഞ്ഞത്. അന്ന് ഷാപ്പിൽ നിന്ന് മടങ്ങിയ പോലീസുകാർ പിറ്റേന്ന് തമ്പിയെ
ഔദ്യോഗിക യൂണിഫോമിൽ വന്ന് പോക്കി. അപ്പോഴാണ് തനിക്കൊപ്പം കുടിച്ചിരുന്ന ആളുകൾ ശരിക്കും പോലീസുകാരാണെന്നുള്ള യാഥാർത്ഥ്യം തമ്പി മനസ്സിലാക്കുന്നത്. തമ്പിയെ പൊക്കി സ്റ്റേഷനിലെത്തിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥർ തമ്പി ചോദ്യം ചെയ്തു തുടങ്ങി. ജയാനന്ദൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് പോലീസിന് തമ്പി എന്ന് വേണ്ടത്. തമ്പിയിൽ നിന്ന് ജയാനന്ദനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കിട്ടി. ജയാനന്ദന് 2 പെൺകുട്ടികളാണ്. ശരിക്കൊരു പാവപ്പെട്ട കുടുംബത്തിലെ ആളാണ് ജയാനന്ദൻ. അനവധി ചെമ്മീൻകെട്ടുകൾ ഉള്ള മേഖലയിലാണ് ജയാനന്ദൻ താമസിക്കുന്നത്. ആ ചെമ്മീൻകെട്ടുകളിൽ കാവൽ കിടക്കുക എന്നുള്ളതാണ് അവന്റെ ജോലി. അതുപോലെ ചെമ്മീൻകെട്ടിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാനും ജയാനന്ദൻ പോകാറുണ്ട്. 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ശരിക്കും പാടുപെടുന്ന ഒരു വ്യക്തിയാണ് ജയാനന്ദൻ. അങ്ങനെ ഒരു ബേസാണ് ജയാനന്ദന് ഉള്ളത്. തമ്പി ജയാനന്ദനെ പരിചയപ്പെടുമ്പോൾ അതായിരുന്നു ജയാനന്ദന്റെ ബേസ്. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ജയാനന്ദനെ വീണ്ടും തമ്പി കാണുമ്പോൾ ജയാനന്ദന് ഒരു വാഹനം സ്വന്തമായിട്ടുണ്ട്. അവന് കുറച്ച് കാശ് കിട്ടിയതിൻ്റെ ഒരു സൂചന ആ വാഹനം കണ്ടപ്പോൾ തമ്പിക്ക് തോന്നി. പണ്ടൊരിക്കൽ ജയാനന്ദൻ പറഞ്ഞ വാചകവും ആ വാഹനവും കണ്ടപ്പോൾ തമ്പിക്ക് ആ കാര്യം ഉറപ്പായി. ഇവൻ മോഷണം നടത്തുന്നുണ്ട്. അങ്ങനെ തമ്പി ചിന്തിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ജയാനന്ദനെ പകല് പലപ്പോഴും കാണാറേയില്ല. ജയാനന്ദൻ പകൽ മിക്കവാറും ഉറക്കമായിരിക്കും. പകല് കിടന്ന് ഉറങ്ങുന്നത് രാത്രി മോഷ്ടിക്കാൻ പോകുന്നതുകൊണ്ടാകും. അതാണ് തമ്പിയുടെ വിലയിരുത്തൽ. തമ്പി ജയാനന്ദനെ ഏതാണ്ട് നന്നായി പഠിച്ചിരിക്കുകയാണ്. രാത്രി മോഷണത്തിന് പോകുന്ന ആ ജയാനന്ദനായിരിക്കണം 2003 മുതൽ 2006 വരെ തൃശ്ശൂരും എറണാകുളം അതിർത്തിയിലുമായി നടന്ന ആ കൊലകൾക്ക് പിന്നിലുള്ളത്. തമ്പി തന്റെ നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തമ്പിയുടെ ആ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജയാനന്ദൻ എന്ന വ്യക്തിയിലേക്ക് പതുക്കെ പോലീസ് എത്തി. പോലീസ് ജയാനന്ദനെ പൊക്കി അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ കൊലപാതകങ്ങളുമായിട്ടോ മോഷണവുമായിട്ടോ തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് ജയാനന്ദൻ പോലീസിനോട് പറഞ്ഞു. തമ്പി പറഞ്ഞതനുസരിച്ച് ജയാനന്ദൻ പകൽ ഉറങ്ങുകയും രാത്രി മോഷണം നടത്തുകയാണ് പതിവ്. ആ കാര്യം പോലീസ് ചോദിച്ചപ്പോൾ ജയാനന്ദന് അതിന് മറുപടിയുണ്ട്. അയാള് രാത്രി ചെമ്മീൻകെട്ടിന് കാവലിരിക്കാൻ പോകുന്ന ആളാണ്. ചെമ്മീൻകെട്ടിൽ കാവലിരിക്കുന്നതോടൊപ്പം ചെമ്മീൻകെട്ടുമായി ബന്ധപ്പെട്ട രാത്രിയുള്ള പണികളൊക്കെ ചെയ്യുന്ന അയാളുടെ ജോലിയാണ്. രാത്രി ഉറക്കം ഒഴിയുന്നത് കൊണ്ടാണ് അയാൾ പകല് ഉറങ്ങുന്നത്. അയാള് ആ കാര്യം വ്യക്തമായി പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് അവനോട് ചോദിച്ചു, അപ്പോ നീ വാഹനം വാങ്ങിച്ചതോ? സർ, അത് ലോൺ എടുത്ത് വാങ്ങിച്ചതാണ്. കുറച്ച് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാനും എൻ്റെ ഭാര്യയും ആലോചിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാഹനം വാങ്ങിച്ചത്. എന്നും ഇങ്ങനെ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ജീവിതം മുന്നോട്ടുണ്ടോ? പറ്റില്ലല്ലോ സാർ. ജയാനന്ദന് അയാൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. പക്ഷെ പോലീസിന്റെ മുന്നിൽ തമ്പി പറഞ്ഞിരിക്കുന്ന മൊഴിയുണ്ട്. ആ മൊഴിയും ജയാനന്ദൻ പറയുന്ന മൊഴിയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. 2003-ലും 4-ലും 5-ലും 6-ലും നടന്ന കൊലപാതകങ്ങളോ മോഷണങ്ങളോ തെളിയിക്കുവാൻ ഇതുവരെയും പോലീസിന് പറ്റിയിട്ടില്ല. പോലീസിന് ഉറപ്പായും അതിന് ഒരു അറുതി വരുത്തിയേ പറ്റൂ. തമ്പിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകി ജയാനന്ദനാണെന്ന് പോലീസിന് ഏകദേശ ധാരണയുണ്ട്. പക്ഷേ ജയാനന്ദനാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും പോലീസിന്റെ കയ്യിലില്ല. ആ തെളിവുകൾ ജയാനന്ദന്റെ കയ്യിൽ നിന്ന് പോലീസിന് ലഭിക്കണം. ജയാനന്ദൻ കുറ്റം സമ്മതിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. ജയാനന്ദൻ സമ്മതിക്കാത്തതും അതാണ്. താൻ ഈ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന സ്റ്റാൻഡിൽ ജയാനന്ദൻ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ദിവസം പെട്ടെന്ന് കടന്നുപോയി. ജയാനന്ദനെ ആരോ പിടിച്ചുകൊണ്ടുപോയ വാർത്ത ഇതിനിടയിൽ ജയാനന്ദന്റെ ഭാര്യ അറിഞ്ഞിരുന്നു. അവര് തൊട്ട് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി പറഞ്ഞു. മഫ്റ്റി വേഷത്തിലാണ് യഥാർത്ഥത്തിൽ പോലീസ് ജയാനന്ദനെ പൊക്കിയത്. അതുകൊണ്ട് തന്നെ കൊണ്ടുപോയത് പോലീസാണെന്നുള്ള കാര്യം ഭാര്യ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ ആ സ്ത്രീയുടെ പരാതി കേട്ട പോലീസ് ജയാനന്ദനെ കുറിച്ച് തിരക്കാമെന്ന് അവളോട് പറയുകയും ചെയ്തു. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പത്രത്തിലൂടെ അവളുടെ ഭർത്താവിനെ കുറിച്ചുള്ള വാർത്ത അറിഞ്ഞു. തൃശ്ശൂരിലെയും എറണാകുളം ജില്ലയുടെ അതിർത്തിയിലും നടന്ന കൊലപാതകങ്ങളും മോഷണങ്ങളും നടത്തിയത് ജയാനന്ദൻ ആണെന്നാണ് പത്രങ്ങളിലെ വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. പത്രങ്ങൾ ജയാനന്ദന് ഒരു പേര് നൽകി, റിപ്പർ ജയാനന്ദൻ. ആളുകളെ തലക്കടിച്ചു കൊല്ലുകയോ വെട്ടിക്കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന അതിക്രൂരനായ ജയാനന്ദനായിരുന്നു തന്റെ ഭർത്താവ് എന്നുള്ള കാര്യം അപ്പോഴാണ് ആ സ്ത്രീ തിരിച്ചറിയുന്നത്. പക്ഷേ ആ സ്ത്രീ ആ കാര്യം വിശ്വസിക്കാൻ തയ്യാറല്ല. തന്റെ ഭർത്താവ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് തനിക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു. അന്നെല്ലാം ചെമ്മീൻകെട്ടിന് കാവല് കിടക്കാൻ പോയ ആളാണ് ജയാനന്ദൻ. ജയാനന്ദൻ പതുപോലെ യഥാസമയം വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ആ സ്ത്രീ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ ആ ദിവസങ്ങളിലേക്കും ജയാനന്ദൻ ചെമ്മീൻകെട്ട് നോക്കാനായി പോയിട്ട് അവിടെ നിന്ന് കൊല നടന്ന സ്ഥലത്തേക്ക് എത്തുകയും
കൊല നടത്തിയിരിക്കുകയാണെന്നാണ് പോലീസിന്റെ കഥ. ഈ കഥയുടെ അടിസ്ഥാനത്തിൽ കേസ് വിചാരണയ്ക്കെത്തി. ജയാനന്ദന് വേണ്ടി വാദിക്കാൻ വക്കീലില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കഥയെത്തി. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്നാണ് ഇപ്പോ ജയാനന്ദന്റെ ഭാര്യ സൂചിപ്പിക്കുന്നത്. ജയാനന്ദന് വേണ്ടി വാദിക്കാനുള്ള പണം മുടക്കാൻ അവരുടെ കയ്യിൽ ഇല്ലാതെ വന്നപ്പോൾ ഗവൺമെന്റ് തന്നെ സാധാരണഗതിയിൽ ഒരു വക്കീലിനെ കൊടുക്കും. അത്തരത്തിലുള്ള ഒരു വക്കീലിനെ ഗവൺമെന്റ് അലോട്ട് ചെയ്തപ്പോൾ ആ വക്കീലിനെ കാണാൻ പോയ ആ സ്ത്രീയോട് ആ വക്കീൽ മോശമായി പെരുമാറി എന്നാണ് ആ സ്ത്രീ ഇപ്പോൾ പറയുന്നത്. അതിന്റെ ഫലമായി തുടർന്ന് അവർ ജയിലിൽ പോയി ജയാനന്ദനെ കണ്ടപ്പോൾ ജയാനന്ദൻ അവരോട് പറഞ്ഞത് ഇനി ഒരു വക്കീലിനെ കാണണമെന്നാണ്. കേസ് വിചാരണയ്ക്ക് എത്തിയപ്പോൾ ചില കേസുകളിൽ കോടതി ജയാനന്ദനെ വെറുതെ വിട്ടെങ്കിലും ചില കേസുകളിൽ കോടതി ജയാനന്ദനെ ശിക്ഷിച്ചു. വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ എത്തുമ്പോൾ വാദങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ജയാനന്ദന്റെ ഭാഗത്തുണ്ടായി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജയാനന്ദൻ ശിക്ഷിക്കപ്പെടുന്നത്. ജയാനന്ദന്റെ വിചാരണ നടക്കുന്ന സമയത്ത്, വിചാരണ തടവുകാരനായിരിക്കുന്ന സമയത്തും അതിനുശേഷം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷവും ജയാനന്ദൻ പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നത് മറ്റൊരു രൂപത്തിലാണ്. താൻ നിരപരാധിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജയാനന്ദൻ ആ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ പുറത്തിറങ്ങണം എന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ 2 തവണയാണ് ജയിലിൽ ചാടിയത്. ജയിലിൽ ചാടി നിരപരാധിത്വം തെളിയിക്കാൻ അയാൾ ശ്രമിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അയാളെ ഒരു കേസിൽ വധശിക്ഷയ്ക്കും കോടതി വിധിച്ചിരുന്നു. നിരപരാധിയാണ് താനെന്ന് കരുതുന്ന ജയാനന്ദൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിവരം അറിഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജയിലിൽ ചാടുന്നത്. ഈ സംഭവ വികാസങ്ങളൊക്കെ ശരിക്കും കണക്റ്റഡ് ആണ്. ജയാനന്ദനാണ് യഥാർത്ഥ പ്രതിയെന്നും അയാളൊരു ക്രൂരനാണെന്നും റിപ്പറാണെന്നും ഇത്രയും ആളുകളെ കൊലപ്പെടുത്തിയതിൽ അയാൾക്കൊരു മനസ്താവമില്ലെന്ന ശൈലിയിലാണ് മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുന്നത്. എന്നാൽ അതേ സമയത്ത് ജയാനന്ദന്റെ ഭാര്യ ഈ സംഭവ വികാസങ്ങളൊക്കെ തള്ളി പറയുകയാണ്. ജയാനന്ദന് ഈ കേസുകളുമായി ഒരു ബന്ധവുമില്ല എന്ന ശൈലിയിലാണ് ജയാനന്ദന്റെ ഭാര്യ ഇപ്പോഴും ആ കാര്യം പറയുന്നത്. കാലങ്ങൾക്ക് ശേഷം ജയാനന്ദൻ ജയിൽ മുറി വെച്ച് അയാളുടെ ആത്മകഥ ഒന്ന് എഴുതിയിരുന്നു. അയാൾ ജയിലിൽ നിന്ന് ഇതിനിടയിൽ മോചിതനായപ്പോൾ ആ ആത്മകഥ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പുലരി വിരിയും മുൻപേ എന്നാണ് ആ ആത്മകഥയുടെ പേര്. ഈ ജയാനന്ദന്റെ കഥയിൽ ഒരുപാട് പക്ഷികളുണ്ട്. പോലീസിന് ഒരു പ്രതിയെ ആവശ്യമുള്ളത് കൊണ്ട് പോലീസ് സൃഷ്ടിച്ചതാണോ ജയാനന്ദൻ എന്ന പ്രതി? ആ ചോദ്യം ഇവ പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. യാഥാർത്ഥ്യം നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്ത ഒന്നാകാനും സാധ്യതയുണ്ട്. ജയാനന്ദന്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ജയാനന്ദന് 2 പെൺകുട്ടികളാണ്. അതിലൊരു കുട്ടി ഇപ്പോൾ MBBS പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പഠിക്കാൻ മിടുക്കിയായ ആ കുട്ടി സ്വാഭാവികമായി കോളേജിൽ പഠിക്കുമ്പോൾ റിപ്പർ ജയാനന്ദന്റെ മകൾ എന്ന മേൽവിലാസത്തിലാണ് പഠിച്ചത്. അത് ശരിക്കും ഒരു ഹോണ്ടിങ് സംഭവമാണ്. ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയ ഒരു അച്ഛന്റെ മകൾ എന്ന മേൽവിലാസത്തിൽ ഒരു കോളേജിൽ പഠിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ജയാനന്ദൻ അല്ല ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നെങ്കിൽ അത് ഒരു ക്രൂരമായ തമാശയായി പോയി എന്നും കൂടി പറയേണ്ടി വരും. മൂത്ത മകൾ MBBS പഠിക്കുമ്പോൾ ഇളയ മകൾ വക്കീലാകാൻ പഠിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് കീർത്തന എന്നാണ്. കീർത്തനയാണ് ഇപ്പോ ജയാനന്ദന് വേണ്ടി വാദങ്ങളൊക്കെ നടത്തുന്നത്. ജയാനന്ദന്റെ ഒരു കേസ് കൂടി യഥാർത്ഥത്തിൽ ഇനി വിചാരണയ്ക്ക് വരാനുണ്ട്. ആ കേസ് ഈ അടുത്ത കാലത്തായി ഉണ്ടാക്കിയെടുത്ത ഒന്നാണെന്നുള്ള വാർത്തയും പത്രങ്ങളിൽ വരുന്നുണ്ട്. പോലീസ് ജയാനന്ദനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ശരിക്കും ആളുകളുടെ മനസ്സ് അളക്കാനുള്ള, കാണാനുള്ള ഒരു യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് ജയാനന്ദനാണോ ഈ കുറ്റം ചെയ്തതെന്ന് അറിയാൻ പറ്റിയേനെ. ഞാൻ ഈ കഥ 2006 ഇഷ്ടംപോലെ കേട്ടതാണ്. അതിനുശേഷം കാലം ഒരുപാട് കഴിഞ്ഞു. എന്റെ മനസ്സിൽ ജയാനന്ദൻ കുറ്റവാളിയാണെന്നുള്ള ചിത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ജയാനന്ദന്റെ ഭാര്യയുടെയും മക്കളുടെയും ഇന്റർവ്യൂവും ജയാനന്ദന്റെ തന്നെ ആ പുസ്തകവും അതിനുശേഷം വന്ന പല മാധ്യമ റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ ഒരുപാട് സംശയം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ജയാനന്ദനെതിരെയുള്ള ആ തെളിവുകൾ ഒന്നുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഫോറൻസിക് തെളിവുകളൊക്കെ ഞാൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ശരിക്കും അമ്പരപ്പിക്കുന്ന പല വിവരങ്ങളും എനിക്ക് അതിൽ നിന്ന് കിട്ടി. പല തെളിവുകളും ജയാനന്ദന് അനുകൂലമാണ്. പക്ഷെ അതൊന്നും ചൂണ്ടിക്കാണിക്കാനോ കോടതിയിൽ അത് ഉപയോഗിച്ച് വാദിക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യവും അവിടെ വ്യക്തമാണ്. ദൃക്സാക്ഷികളില്ല, വിരലടയാളമില്ല, സാഹചര്യ തെളിവുകളില്ല. ഇതൊന്നുമില്ലാത്ത കേസുകളാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ കേസുകളും. ഈ കേസുകളെ 2 രീതിയിലാണ് കോടതികൾ സമീപിച്ചിരിക്കുന്നത്. ദൃക്സാക്ഷികളില്ല, സാഹചര്യ തെളിവുകളില്ല, വിരൽ അടയാളങ്ങളില്ല. അതുകൊണ്ട് ഈ കേസ് തള്ളുന്നു എന്ന് പറഞ്ഞ കോടതി തന്നെ അതേ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ജയാനന്ദന് ചില കേസുകൾ ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരേ വ്യക്തിക്ക് തന്നെ വിവിധ കോടതികൾ വിവിധ ശൈലിയിൽ വിധികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന രസകരമായ കാര്യങ്ങളും ഇതിനകത്ത് കാണാം. കുറ്റവാളികളായി കോടതി പ്രഖ്യാപിക്കുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ആണോ എന്ന ചോദ്യം ഈ കേസ്
നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു DGP ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ഒരു ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു വാചകം എന്റെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത്, കേരളത്തിലെ ജയിലുകളിൽ കിടക്കുന്ന 50% ശിക്ഷിക്കപ്പെട്ട ജയിൽ പുള്ളികളും യഥാർത്ഥത്തിൽ നിരപരാധികളാണെന്നാണ്. പോലീസിനും അതറിയാം, കോടതിക്കും അതറിയാം. പക്ഷെ പോലീസും കോടതിയും ചേർന്നുണ്ടാക്കുന്ന തെളിവുകൾ ആ ആളുകളെ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന അവർക്കും അറിയാം അവർ നിരപരാധികളാണെന്നും തെളിവുകളാണ് അവരെ അവിടെ എത്തിച്ചത്. അപ്പോ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് എന്ന ചോദ്യം കൂടി ഇവിടെ ഉന്നയിക്കപ്പെടുകയാണ്. എന്തായാലും ഇത്രയും വർഷം ജയിലിൽ കിടക്കാനുള്ള കുറ്റമൊന്നും ജയാനന്ദൻ ചെയ്തിട്ടില്ലെങ്കിൽ ജയാനന്ദനോട് കാണിച്ചത് അനീതിയാണ്. ഇനി അഥവാ ജയാനന്ദനാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയതെങ്കിൽ ഉറപ്പായും അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ കാര്യം അങ്ങനെ സംശയമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ശൈലിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ജയാനന്ദന് അനുകൂലമായി. ആ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. എം ലൈഫിൽ നിന്ന് ഈ കഥ നിങ്ങളോട് സൂചിപ്പിച്ചത് BS ചന്ദ്രമോഹൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ കമന്റ് രൂപത്തിൽ കൊണ്ടുവരണം. കാരണം 2006 ജയാനന്ദൻ അറസ്റ്റിലായതിനു ശേഷം സമാന സ്വഭാവത്തിലുള്ള മോഷണ ശ്രമങ്ങളും കൊലപാതകങ്ങളും നടന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ടാകുന്നത്. അതുകൂടി മനസ്സിൽ വെച്ച് വേണം കമന്റിൽ ചെയ്യാൻ. എം ലൈഫിൽ നിന്ന് ഈ കഥ നിങ്ങളോട് സൂചിപ്പിച്ചത് BS ചന്ദ്രമോഹൻ. താങ്ക് യു.